ഗോത്രവർഗ്ഗക്കാരായ കാണിക്കാർ പാരമ്പര്യമായി ശിവരാത്രി പൂജയും കൊടുതിയും നടത്തുന്ന അഗസ്ത്യർകൂടത്തിൽ ഗോത്രാചാര്യ ശിവരാത്രി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ കാളി പൂജാരിമാരുടെ സംഘം മലകയറി അഗസ്ത്യ സന്നിധിയിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നടന്ന ഭക്തി നിർഭരമായ ഘോഷയാത്ര ചടങ്ങ് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആരംഭിച്ച ചപ്രം എഴുന്നള്ളിപ്പ് ഘോഷയാത്ര അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഓഫീസിലെത്തി. ഇവിടെ നിന്ന് 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് വ്ലാവിള ഇടത്താവളത്തിൽ എത്തിച്ചേരും. അവിടെ നടക്കുന്ന അന്നദാന സദ്യയ്ക്ക് ശേഷം 14 കിലോമീറ്റർ കാൽനടയായി ശരണമന്ത്രങ്ങളോടെ സഞ്ചരിച്ച് 6 മണിയോടെ ഘോഷയാത്ര അതിരുമലയിൽ എത്തിച്ചേരും. ഇന്ന് രാത്രി അതിരുമല ദേവസ്ഥാനത്ത് പൂജയും ചാറ്റുപാട്ടും ഭജനയും മറ്റു ചടങ്ങുകളും നടക്കും. ശിവരാത്രി ദിവസമായ നാളെ രാവിലെ 8-ന് അതിരുമല ദേവസ്ഥാനത്താണ് പൊങ്കാല നടത്തുന്നത്. 10 മണിക്ക് അതിരുമലയിൽ നിന്ന് ചപ്രം കുംഭകുളം ഘോഷയാത്ര അഗസ്ത്യ സന്നിധിയിലേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിയോടെ ഘോഷയാത്ര പൊങ്കാലപ്പാറയിൽ എത്തിച്ചേരും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യപൂജാരി ഭഗവാൻ കാണിയു നേതൃത്വത്തിൽ മഹാശിവരാത്രി പൂജകൾ ആരംഭിക്കും. 7 മണിവരെ പൂജകൾ തുടരും. തുടർന്ന് തീർത്ഥാടക സംഘം അഗസ്ത്യ സന്നിധിയിൽ നിന്ന് മലയിറങ്ങും. രാത്രി 9 മണിക്ക് അതിരുമലയിൽ ഗോത്രാചാര പ്രകാരമുള്ള ചാറ്റുപാട്ടും പടുക്കയും പൂജയും മറ്റു ചടങ്ങുകളും നടക്കും. 9-ാം തീയതി വെളുപ്പിന് ഗുരുസിയോടെ ഈ വർഷത്തെ ശിവരാത്രി ഉത്സവത്തിന് സമാപനം കുറിക്കും. വളരെ ഭക്തി നിർഭരമായ ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഒരു 14 കിലോമീറ്ററോളം നടന്ന് ഉച്ചഭക്ഷണം, അതിനുശേഷം വീണ്ടും അതുപോലെ ഒരു 7-8 കിലോമീറ്ററോളം നടന്ന് നമ്മൾ അതിരുമലയിൽ എത്തുകയും അതിരുമലയിൽ നമ്മളുടെ പാരമ്പര്യമായ പൂജകളും മറ്റ് ആചാരങ്ങളും അനുഷ്ഠിച്ച് നാളെ രാവിലെ നമ്മളെ പൊങ്കാലപ്പാറ അഗസ്ത്യ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. അപ്പം ഈ യാത്ര ദൈവാനുഗ്രഹത്താൽ വളരെ പര്യവസാനം ഉണ്ടാകും. ആ പൊങ്കാല കഴിഞ്ഞിട്ടാണ് നമ്മൾ കുമ്പക്കുടം നിറച്ചുകൊണ്ട് നമ്മൾ നേരെ അഗസ്ത്യ സന്നിധിയിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മുടെ പൊങ്കാലപ്പാറയിൽ നമുക്ക് പ്രത്യേക ആചാരപ്രകാരമുള്ള പൂജകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് വൈകിട്ട് 4 മണിയോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരും. അവിടെ അഗസ്ത്യ ഭഗവാന് നമ്മുടെ മഹാശിവരാത്രി പൂജയുടെ ഭാഗമായിട്ട് ഗോത്രവർഗ്ഗക്കാരെ തിനയും തേനും അതുപോലെ പുഷ്പവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് പഴവർഗ്ഗങ്ങളും കാട്ടുപൂക്കളും ഒക്കെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാശിവരാത്രി പൂജയാണ് നമ്മൾ അവിടെ നടത്തുന്നതിന് വേണ്ടി നമ്മളെ എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി നടക്കും. അതിന് ചില പ്രതിസന്ധികൾ ഉണ്ടായാൽ തന്നെയും കൃത്യമായിട്ട് നടത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഭഗവാൻ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഭഗവാനെ ഈ പൂജ ഈ ദിവസത്തേക്ക് പ്രത്യേകം സമയം കണ്ടെത്തി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, പല നാനാ തുറകളിലുള്ള ആളുകൾ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ട് എല്ലാ ഭക്തർക്കും, അങ്ങോട്ട് വരാൻ നിൽക്കുന്നവരും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും ഈ തമ്പുരാന്റെയും ആ തമ്പുരാന്റെയും സർവ്വദേവന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.